DC ബുക്സ് പുറത്തിറക്കിയ ഒഡ എന്ന ആദ്യ കഥാസമാഹാരത്തിലൂടെ വായനക്കാരെ വിസ്മയിപ്പിച്ച എഴുത്തുകാരിയാണ് ജിൻഷ ഗംഗ. എഴുതിയും വായിച്ചും കൈത്തഴക്കം വന്ന ഭാഷ കൈമുതലായുള്ള എഴുത്തുകാരി. 9 കഥകളാണ് ഒഡയിൽ അടങ്ങിയിരിക്കുന്നത്. അവതാരികയിൽ KR മീര പറഞ്ഞതുപോലെ ഇതിലെ ഓരോ കഥയ്ക്കും ഓരോ ഭൂമിക, ഓരോ ആശയം, ഓരോ മുഖത്തെഴുത്ത്. എന്നാൽ ഞാൻ പറയുന്നു, ഒഡ ഒരു തീച്ചൂളയാണ്, വായിക്കുന്ന ഏവർക്കും പൊള്ളും. ഇതിലെ ആദ്യ കഥയായ ഒഡ തെയ്യക്കോലങ്ങളുടെ കഥ പറയുന്നു. ജാതി മേൽക്കോയ്മ താഴെത്തട്ടിലുള്ള തെയ്യം കലാകാരന്മാരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ഈ കഥയിലൂടെ ജിൻഷ ഗംഗ നമ്മളോട് പറയുന്നു. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ പണിക്കർ കെട്ടിയാടുന്നത് ഒരു തെയ്യക്കോലമാണ്. 10-15 വർഷം കൂടുമ്പോഴാണ് ക്ഷേത്രങ്ങളിൽ ഒറ്റക്കോലം അഥവാ തീച്ചാമുണ്ടി കെട്ടിയാടുന്നത്. കാരണം ഇത് ചെലവേറിയ ഒന്നാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ പണിക്കർ കെട്ടിയാടുന്നതും തെയ്യക്കോലമാണ്, അതായത് തീച്ചാമുണ്ടിയാണ്. തീച്ചാമുണ്ടി തെയ്യത്തിന് പിന്നിൽ വളരെ വേദനാജനകമായ ചരിത്രം പറയുന്ന ഒരു കഥയുണ്ട്. ജാതി വിലക്ക് ലംഘിച്ച് ക്ഷേത്രത്തിൽ കടന്ന ഒരു ബാലനെ നാടുവാഴി കളപ്പുരയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നതിനും 2 ദിവസം പട്ടിണിക്കിടുന്നതിനും പറയുന്നു. 2 ദിവസം കഴിഞ്ഞ് ബാല്യക്കാർ വന്നു നോക്കുമ്പോൾ ചോര ഒലിപ്പിച്ചുകൊണ്ട് കളപ്പുരയിൽ നടക്കുന്ന ബാലനെയാണ് കാണുന്നത്. ഇതറിഞ്ഞതും നാടുവാഴി കളപ്പുരയ്ക്ക് തീയിടാൻ പറയുന്നു. ആ തീയിൽ നിന്ന് അവൻ ഒരു ദൈവമായി വരുന്നതാണ് പിന്നീട് എല്ലാവരും കാണുന്നത്. മലയൻ തെയ്യമായാൽ നാടുവാഴിയും തൊഴുതു നിൽക്കും. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ പണിക്കർക്ക് ഒരു കൂട്ടുകാരിയുണ്ട്, ലീല. യാതൊരു ഉപാധികളുമില്ലാതെ അവർ ആഴത്തിൽ പരസ്പരം സ്നേഹിച്ചു. ലീലയെ കാണുമ്പോൾ പണിക്കർക്ക് ഓർമ്മ വരുന്നത് മുച്ചിലോട്ടമ്മയുടെ പൊയ്ക്കണ്ണുകളാണ്. ലീലയ്ക്കറിയാം, പെരുമലയനെ തെയ്യം കെട്ടി ആടിക്കുന്നത്, തീച്ചാമുണ്ടി കെട്ടി ആടിക്കുന്നത് തീയിലിട്ട് ചുടാനാണ്. അത് നാടുവാഴിയുടെ ഒരു തന്ത്രമാണ്. എന്നാൽ പണിക്കർ വിശ്വസിക്കുന്നത് നരസിംഹം അഗ്നിയെ മർദ്ദിക്കുന്നതായിട്ടാണ്. ലീലയ്ക്ക് തെയ്യത്തെ ഇഷ്ടമാണ്. കാരണം പെരുമലയൻ തെയ്യമായി വരുമ്പോൾ കരഞ്ഞും തൊഴുതും മേൽജാതിക്കാർ അവർക്ക് മുന്നിൽ നിൽക്കുന്നത് കാണാൻ അവൾക്ക് വളരെ രസമാണ്. കാലങ്ങൾ പോകെ ഒരു ദിവസം ലീല തോട്ടുവക്കിൽ കുളിക്കുന്നതിനിടെ അപസ്മാരം വന്ന് മരിച്ചു പോകുന്നു. അതിനുശേഷം അവരുടെ ഓർമ്മകളിൽ പണിക്കർ ജീവിക്കുന്നു. പിന്നീട് വയസ്സാകുമ്പോൾ തെയ്യം കെട്ടുന്നതിൽ നിന്ന് ആളുകൾ പണിക്കരെ വിലക്കുന്നതും അയാൾ അനുഭവിക്കുന്ന മാനസിക വ്യഥകളുമാണ് ഒഡയിൽ പറഞ്ഞിരിക്കുന്നത്. കഥയുടെ അവസാനം ചെറുപ്പക്കാരനിൽ ഒരാളായ സഞ്ജു തെയ്യം കെട്ടുമ്പോൾ കുറച്ചകലെ തോട്ടിനക്കരെ പണിക്കർ ദൈവമായി ഉണരുകയാണ്. ഇതിൽ ഏറെ നമ്മെ പൊള്ളിക്കുന്ന മറ്റൊരു കഥയാണ് ഉപ്പ്. വിഭജിക കൊതിച്ചത് ആനന്ദുമായി കവിത പോലത്തെ ഒരു ജീവിതം ജീവിച്ചു തീർക്കാനാണ്. എന്നാൽ കുഞ്ഞുനാളിൽ അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ബാലപീഡനത്തിൻ്റെ ഉപ്പ് അവനെ അതിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടേയിരുന്നു. വർഷങ്ങൾ കഴിയവേ അവന് വേണ്ടി കാത്തിരുന്ന് അവൾ മടുത്തു. കഥയുടെ അവസാനമാണ് അറിയുന്നത്, കുട്ടിക്കാലത്ത് അവനിലേറ്റ മാനസിക പീഡനത്തിൻ്റെ, ശാരീരിക പീഡനത്തിൻ്റെ ഉപ്പുരസമാണ് അവളിൽ നിന്ന് അവനെ അകലാൻ പ്രേരിപ്പിച്ചതെന്ന്. കുട്ടിക്കാലത്ത് പുരുഷനിൽ ഏൽക്കുന്ന അല്ലെങ്കിൽ ആൺകുട്ടികളിൽ ഏൽക്കുന്ന മാനസിക പീഡനങ്ങൾ പിന്നീട് പുരുഷനാകുമ്പോൾ ഏതു തരത്തിലാണ് അവനിൽ പ്രതിഫലിക്കുന്നത് എന്ന് ഉപ്പ് എന്ന കഥയിലൂടെ ജിൻഷ ഗംഗ പറയുന്നു. ഇതിലെ മറ്റു കഥകളായ അഗ്രസന്ധിനി, വിസേലിസ, തെയ് തെയ് വാഴുക, ചാപ്പ, പെൺമാല എല്ലാം നമ്മെ ഓരോ തരത്തിൽ ഓരോ തീച്ചൂളയിലിട്ട് പൊള്ളിക്കും. നിങ്ങൾ ഭൂരിഭാഗം പേരും ഒഡ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും വായിക്കാത്തവർ വേഗം വായിക്കുമല്ലോ. അടുത്തത് മറ്റൊരു കഥയുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.